ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും എസ് ഐക്കാര്. അപ്പൊ ചിലര് വിചാരിക്കും ഇവരെന്താ മലബാറിനൊക്കെ പറഞ്ഞൊരു വിഘടനവാദവും കൊണ്ടുവന്നിന് അല്ലെ. കേരളം എന്ന് പറഞ്ഞ ആദ്യം നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരില് കേരളം മാത്രം ഒരാളായി അല്ലെ. നമ്മളെല്ലാരും ഇന്ത്യക്കാരല്ലേ, അതേപോലെ നമ്മളെല്ലാരും കേരളക്കാരല്ലേ. പിന്നെ നിങ്ങൾ എന്തൊരു മലബാർ എന്നൊരു വർത്തമാനം പറഞ്ഞ് എസ് ഐ ഒ മലബാറിൽ മാത്രം വേണ്ട അല്ല. എസ് ഐ ഒക്ക് തിരുവനന്തപുരത്ത് ഇതുവരെ സമരം നടക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ഈ സമരം തെരുവിൽ ഇവിടെ നടത്തിയിട്ട് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോവും? സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ പോയിട്ട് സ്കൂൾ നടത്തില്ലേ? നടത്തും. അല്ലാണെങ്കിൽ അനുമോദനൊന്നും അതിനപ്പുറം കുറെ പൂച്ചണ്ടെന്നും പ്രവേശനോത്സവം പറഞ്ഞ് ഘോഷയാത്ര നടത്തി നമുക്ക് സ്കൂളാവോ? വിശന്ന് കരയുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രസംഗിച്ചെന്ന് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും? ആ അതാണ് കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു പരിപാടി നടക്കുമ്പോ എസ് ഐക്കാർ ഓടിക്കറിയില്ലേ? എന്തേലും പരിപാടി? അനുമോദനത്തിന് എസ് ഐ വരിക അല്ല. പക്ഷെ അനുമോദനത്തിന് മുമ്പ് എന്ത് വേണം? ആ സീറ്റ് കൊടുത്തിട്ടാണ് പരിപാടി നടത്തേണ്ടത്. സീറ്റ് കൊടുക്കാണ്ട് പരിപാടി നടത്തിയാൽ എസ് ഐ ഒക്കാർക്ക് എതിർക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ പരിപാടി നടക്കുമ്പോ നമ്മൾ മാർച്ച് നടത്തി ലാസ്റ്റ് അറസ്റ്റാക്കി നമ്മൾക്ക് മേലെ കേസെടുത്തത്. ഏതായാലും സുഹൃത്തുക്കളെ, മലബാർ എന്നും തിരുകൊച്ചി എന്നും എന്തിന് എസ് ഐ ഒക്കാർ ഇങ്ങനെ വിഘടനവാദം പറയുന്നത്? അത് ഭയങ്കര പ്രാദേശികവാദല്ലേ? നാട്ടിൽ പുഴപ്പുണ്ടാക്കൂലേ? ഉണ്ടാക്കൂലേ? പക്ഷേ നിങ്ങൾ അറിയണം, ഇങ്ങനത്തെ പീഡനവാദം വേറെയും ചിലര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിബറ്റ് വരുന്നുണ്ടോ? തിബറ്റ് എന്താ തിബത്തിന്റെ പ്രശ്നം? ആ ചൈന അവിടെ അവഗണിച്ചു. ചൈന എന്ന് പറയുന്ന പ്രദേശത്ത് തിബറ്റ് എന്ന് പറയുന്ന വംശജരെ, തിബറ്റ് എന്ന് പറയുന്ന വിഭാഗത്തെ എന്ന പ്രദേശത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. തിബറ്റ് അടങ്ങി മാറില്ലേ? ഒളിമ്പിക്സിനെ പിടിച്ചു കുടുക്കിയില്ലേ? അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി വിഘടനവാദം എന്ന് പറഞ്ഞ ഇല്ല. കാരണം എന്താ? അത് അവകാശ നിഷേധത്തിന്റെ പ്രശ്ന, ഇത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്ന അല്ലെ. അപ്പൊ ടിബറ്റൻ സമൂഹത്തിന് ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള ജനപിന്തുണ കിട്ടിയിട്ടുണ്ടെങ്കിൽ മലബാർ നാളെ ആളിക്കത്തും. മലബാർ നാളെ അപ്പൊ അങ്ങനെയാണ് എസ് ഐ ഒ മലബാർ എന്താ കേരളത്തിലല്ലേ എന്ന ഭൂശ്രീറാം ചോദ്യം ചോദിക്കുന്നത് അല്ലെ. ഇവിടെ എങ്ങനെയാണ് ഇത് പരിഹരിക്കാം? മലബാറിനൊന്ന് പരിഹരിക്കണല്ലോ. എങ്ങനെ പരിഹരിക്കാം? മലബാറിന് എങ്ങനെ പരിഹരിക്കും? എങ്ങനെ? ആ ഇമ്പോർട്ടൻറ്റ് പരിഹരിക്കൂല. പരിഹരിക്കുകയാണെങ്കിൽ നേരത്തെ പരിഹരിക്കേണ്ട 20% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടല്ല ഇത് പരിഹരിക്കേണ്ടത്. മറിച്ച് എങ്ങനെ പരിഹരിക്കേണ്ടത്? നമ്മൾ എന്താ ചോദിക്കുന്നത്? മലബാറിലെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് വേണം, അവർക്ക് ആവശ്യമായ കോഴ്സ് വേണം, അവർക്ക് ആവശ്യമായ കോളേജ് വേണം. ഇത് ന്യായമല്ലേ? ന്യായമല്ലേ? ഇത് ഏതെങ്കിലും മതത്തിന് വേണ്ടിയുള്ള സമരമാണോ? ഏതെങ്കിലും ജാതിക്കുള്ള സമരമാണോ? ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയുള്ള സമരം അല്ല. മലബാറിന്റെ മൊത്തം സമരമാണ്. അതുകൊണ്ട് മലബാറിലെ കുട്ടികൾ പറയുന്നു, ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ പുതിയ കോഴ്സുകളും കോളേജുകളും അനുവദിക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം വേറെ സമരം ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കോളേജ് നിങ്ങൾ അറിയോ? കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ അവസ്ഥ അറിയോ? ലോകത്തെ ഏതെങ്കിലും ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? എനിക്കറിയില്ല. പടച്ചമ്പതിനോട് ചോദിച്ചു നോക്കണം. ഒരു വലിയ യൂണിവേഴ്സിറ്റിക്ക് ഇനിയും പറയത്തക്കത്തിലുള്ള ഒരു ക്യാമ്പസ് ഇല്ല. ഒരു സാധാരണ കോളേജ് തുടങ്ങേണ്ട ഏക്കർ വലിപ്പത്തിലുള്ള കോളേജ് ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കണ്ണൂരിലില്ല. കാലിക്കറ്റിന്റെ അവസ്ഥ പറയേണ്ട. രണ്ടിനെയും കുറിച്ച് എന്തോ ഒരു ഡയലോഗ് പറയാനുണ്ടല്ലോ. നമുക്കുണ്ടോ യൂണിവേഴ്സിറ്റി? ഉള്ളത് 2 കാലിവേഴ്സിറ്റി. എന്താണ്? ചോദിക്കും, നമുക്കുണ്ടോ യൂണിവേഴ്സിറ്റി? ഉള്ളത് 2 കാലിവേഴ്സിറ്റി. മലബാർ എന്താ കേരളത്തിലല്ലേ? അപ്പൊ ഉള്ളത് 2 കാലിവേഴ്സിറ്റിയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ പുതിയ കോഴ്സുകളും കോളേജുകളും വേണം. അത് മാത്രമല്ല, പുതിയ +2-നും ഡിഗ്രിക്കും PGക്കും സീറ്റുകൾ വർദ്ധിപ്പിക്കണം. മലബാറിന്റെ വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കണം. എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് SIO-വിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ സമരം നാളെ ഇതുപോലെ നമ്മുടെ മക്കള്, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും തെരുവിലിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നാട്ടുകാർ മുഴുവൻ ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? സമരമാളിക്കത്തും. SIO മുമ്പ് നടത്തിയ സമരങ്ങൾക്ക് ഓർമ്മണ്ട? നന്നാമിന്ന സമരം, ഏറുപൊളി സമരമല്ല. സ്പോർട്സ് ലോട്ടറി എന്ന് പറയുന്ന ഒരു സമരം നടത്തിയപ്പോ, എന്നൊരു സ്പോർട്സ് ലോട്ടറി എന്ന് പറഞ്ഞൊരു ലോട്ടറി നമ്മുടെ കോളേജിലും സ്കൂളും കൊണ്ടുവന്നപ്പോ SIO എന്താ ചെയ്തേ? ബസ്സിന് കല്ലെറിയത് അല്ല. SIO ഇടപെട്ടുകൊണ്ട് ബോധവൽക്കരണം നടത്തി സമരം നടത്തിയപ്പോൾ
ഒരു സർക്കാർ തുടങ്ങി വെച്ച ലോട്ടറി 2 ലക്ഷം രൂപ 2 കോടി രൂപ പിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ച ലോട്ടറി 28 ലക്ഷത്തിൽ പിരിച്ചുവിടേണ്ടി വന്നു. അങ്ങനെയുള്ള ഉജ്ജ്വലമായ സമരത്തിലൂടെ ക്രിയാത്മകമായ വിഷയം നേടിയെടുത്ത പ്രസ്ഥാനമാണ് ഇതാക്കി നൽകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് SIU-ന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. SIU-ന് അല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ വേറെയില്ലേ? അവരെന്താ ഇടപെടാത്തത്? അവർക്ക് ഇടപെടാൻ പറ്റൂല. കാരണം എന്താ? കുറെ നാള് ഭരിച്ചത് അവരെ മാതൃസംഘടനകളാ. ഇടതും ഞാൻ നേരത്തെ ബേബിസാരെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ധരിക്കേണ്ട, ഇത് ഇടതുപക്ഷത്തിന്റെ പ്രശ്നം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത് മുസ്ലിം ലീഗിന്റെ പാർട്ടി അല്ലേ? മലബാറിന്റെ കുട്ടികള്, മലബാറിന്റെ ലീഗ്. എന്നിട്ട് എന്താ സീറ്റ് കൂട്ടിയ? എന്നിട്ട് എന്താ കോഴ്സ് വന്ന? കോളേജ് അനുവദിച്ച? അപ്പൊ ഇടതിനുണ്ട് വലതിനുണ്ട് പങ്ക്. കൂടുതൽ വിഷയം നിങ്ങൾ SIU ഇറക്കിയ ടെക്സ്റ്റ് ബുക്കില്ലേ? ഇതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്തൊക്കെ അവിടുന്ന് കിട്ടും, ഇല്ലാത്തൊക്കെ അവിടെ IPH എന്ന് പറഞ്ഞ സ്ഥാപനം നിന്ന് കിട്ടും. ഈ ടെക്സ്റ്റ് ബുക്ക് നാളെ നല്ലോണം പഠിച്ചു തരണം അല്ലേ? അപ്പൊ മലബാറിന്റെ പ്രശ്നം അവസാനിക്കുന്നവർ എന്ത് ചെയ്യും? SIU സമരരംഗത്തുണ്ടാവും. ഈ തെരുവ് സ്കൂൾ ഇവിടെ കണ്ണൂരിൽ മാത്രം ഒതുക്കുവോ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കും. ഇന്ന് തന്നെ SIU നടത്താനുള്ള കാരണം എന്താ? ഇന്ന് സ്കൂൾ തുറക്കുന്നേ. കുട്ടികൾ നല്ല പളവളപ്പിൽ പഠിക്കുമ്പോ നമുക്ക് പഠിക്കാൻ സ്കൂളില്ല, സീറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങി വെച്ചു. ഇനിയുള്ള ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മലബാറിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമരം ആളിക്കത്തി അവസാനം എവിടെ എത്തും? ബെഞ്ചും ഡെസ്ക് കൊടുത്ത് സെക്രട്ടറിന് മുന്നിൽ MLA-മാരോടും മന്ത്രിമാരോടും നമ്മൾ ചോദിക്കൂലേ? അങ്ങനെയുള്ള സമരം എത്തുന്നതിന് മുമ്പ് ഇതൊരു സൂചനയാക്കി എടുത്തില്ലെങ്കിൽ SIU-വിന്റെ സമരത്തിന്റെ തീക്ഷ്ണത മാറും അല്ലേ? അപ്പൊ ആ വിവരമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആവേശത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിരിയാം. മുദ്രാവാക്യങ്ങൾ ആരും വിളിച്ചു കൊടുക്കോ? ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, SIU സിന്ദാബാദ്, SIU സിന്ദാബാദ്, SIU സിന്ദാബാദ്, SIU സിന്ദാബാദ്. ആരെന്ത് പറഞ്ഞാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി. മന്ത്രിമാർ ചൊടിച്ചാലോ, മന്ത്രിമാർ ചൊടിച്ചാലോ, മന്ത്രിമാർ ചൊടിച്ചാലോ, മന്ത്രിമാർ ചൊടിച്ചാലോ ഞങ്ങളൊക്കെ ചോദിക്കൂ, ഞങ്ങളൊക്കെ ചോദിക്കൂ, ഞങ്ങളൊക്കെ ചോദിക്കൂ, ഞങ്ങളൊക്കെ ചോദിക്കൂ. മലബാർ എന്താ കേരളമല്ലേ? മലബാർ എന്താ കേരളമല്ലേ? മലബാർ എന്താ കേരളമല്ലേ? മലബാർ എന്താ കേരളമല്ലേ? SIU സിന്ദാബാദ്, SIU സിന്ദാബാദ്, SIU സിന്ദാബാദ്, SIU സിന്ദാബാദ്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കാനല്ലേ? അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സുഹൃത്ത് അർഷദ്, SIU-ന്റെ ക്യാമ്പസ് സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. അർഷദ്, ഇവർക്കെല്ലാവരും നന്ദി പറഞ്ഞ് ഇനി ഇങ്ങനത്തെ ക്ലാസ് ഉണ്ടാവുന്നുള്ള മുന്നറിയിപ്പ് നൽകി തിരിച്ചുവിട്ടു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല. കേരളത്തിലെ മലബാറിലെ +2-നും ഡിഗ്രിക്കും സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെയും കൂട്ടിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ SIU സംഘടിപ്പിക്കുന്ന തെരുവ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിപ്ലവകരമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. ഈ സമരം അവസാനിക്കുന്നതിനെ തുടർന്ന് നേരത്തെ പരമേശ്വർ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ വരെ എത്തി നിൽക്കുന്ന ഈ സമരം നമ്മൾ പൂർവാധികം ശക്തിയോടെ തുടരുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി.